വേദിയിൽ എത്തുന്നു കണ്ടസ്റ്റന്റ് ആയ അമ്മു. അമ്മു എത്തുന്നത് മൈ സ്റ്റൈൽ എന്ന റൗണ്ടിലാണ്. ആൻഡ് മൈ സ്റ്റൈൽ എന്ന റൗണ്ടിലെ ഡീറ്റെയിൽസ് നിങ്ങൾക്കറിയാം. അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു വേഷം അവർ തന്നെ ഡിസൈൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് അവരുടെ ഐഡിയാസൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മളുടെ മുന്നിൽ അവർ പ്രസൻറ്റ് ചെയ്യണം. ദാറ്റ് ഇൻവോൾവ്സ് ഹെയർ, മേക്കപ്പ്, സ്റ്റൈലൈസേഷൻ, അതിൻ്റെ ഡിസൈൻ, ഷൂസ്, ജ്വല്ലറി എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു റൗണ്ടാണ്. അമ്മുവിൻ്റെ സ്റ്റൈൽ എന്താണ് എന്നറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷ നിങ്ങളെപ്പോലെ ഞങ്ങൾക്കുമുണ്ട്. ലെറ്റ്സ് വെൽക്കം ഹർ ഫോർ ദ റൗണ്ട്. മൈ സ്റ്റൈൽ എന്ന റൗണ്ടിലാണ് അമ്മു ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. ആൻഡ് സോ ദിസ് ഈസ് യുവർ സ്റ്റൈൽ. ടെൽ us about it. ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന അറ്റാർ ഗൗണാണ്. ഇതിന് ഞാനൊരു തീം ഉണ്ടാക്കിയിട്ടുണ്ട്. ദാറ്റ്സ് എ ഫ്ലവർ പ്രിൻസസ് എന്ന് പറഞ്ഞിട്ട്. യെസ്, അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഗൗണിൻ്റെ സ്റ്റൈലിൽ ഞാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ക്ലോത്ത് വൈസ് എടുക്കുകയാണെങ്കിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് വെൽവെറ്റും പിന്നെ പ്യോർ ഷിഫോണും. പ്യോർ ഷിഫോൺ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വെൽവെറ്റ് വന്നിട്ട് ഇതാണ്. പിന്നെ പ്യോർ ഷിഫോൺ വന്നിട്ട് ഫ്ലെയർ പാർട്ടും ബോഡി പാർട്ടും ഈ ഹാങ്ങിങ്സും ഹാൻഡ് പാർട്ടും ഒക്കെയാണ് പ്യോർ ഷിഫോണിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ കൂടുതൽ ഇതിൽ കളേഴ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. കളേഴ്സ് ഒന്ന് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി. ശരിക്കും അതൊരു ടാസ്ക് തന്നെയാണ് എനിക്ക്. ഐ ലൈക്ഡ് ഇറ്റ്. ഈ ഒരു കോമ്പിനേഷൻ എനിക്ക് അത് വർക്കൗട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നി. അതാണ് ഞാൻ ഈ 3 കളേഴ്സ് എടുത്തത്. സാധാരണ ഗൗൺസിനൊന്നും ഒരുപാട് കളേഴ്സ് എടുത്ത് പരീക്ഷിക്കാറില്ല. അപ്പം എനിക്ക് തോന്നിയത് അങ്ങനെ എടുക്കാമെന്നാണ്, അങ്ങനെ എടുത്തു. പിന്നെ ഓർണമെൻറ്റ് വൈസ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന പിസ്തയുടെ നട്ട് ഷെൽസാണ് ഇയർ റിങ്സിനും മാലയ്ക്കും പിന്നെ വളയ്ക്കായിട്ട്. ആക്ച്വലി കാണാൻ പറ്റില്ല, സോ അതിൻ്റെ ഡീറ്റെയിലിംഗ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. പിസ്ത അല്ലെ, പിസ്ത നട്ട്സ്. കൂൾ. നൗ ഇൻ ടേംസ് ഓഫ് ഈ റൗണ്ട് നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ക്രിയേറ്റിവിറ്റി കൂടെ ജഡ്ജ് ചെയ്യാനും നിങ്ങളുടെ സ്റ്റൈൽ നിങ്ങൾ എങ്ങനെ ഇവിടെ അവതരിപ്പിക്കുന്നു എന്ന് വേണ്ടി നമ്മൾ വെച്ചിരിക്കുന്ന റൗണ്ടാണ്. മുരളി ചേട്ടാ. അമ്മു, യെസ് സർ. നമസ്കാരം. അമ്മു, നമസ്കാരം. അമ്മുവിൻ്റെ ഡിസൈൻ നന്നായിട്ടുണ്ട്. അമ്മുവിൻ്റെ ഡിസൈനേക്കാളും ഒക്കെ നന്നായത് അമ്മുവിൻ്റെ പ്രസൻറ്റേഷൻ വാസ് റിയലി ഗുഡ്, കോൺഫിഡൻറ്റ്. കുഴപ്പമില്ലാത്ത മ്യൂസിക് ആയിരുന്നു. റാമ്പ് വാക്ക് നന്നായിരുന്നു. നല്ല കോമ്പിനേഷനാണ്. ഇതെല്ലാം കൂടി കാണാൻ നല്ല കോമ്പിനേഷനാണ്. ഡ്രസ്സും അതുപോലെ തന്നെ മാലയും എല്ലാം വളരെ സിമ്പിളാണ്. സിമ്പിൾ ബട്ട് എലഗൻറ്റ്. യെസ്, അതായിരുന്നു ഞാൻ ഫോക്കസ് ചെയ്തിരുന്ന. ഒരു എലഗൻസി വേണം ഗൗൺ എടുക്കുമ്പോൾ, അതിനെ ബേസ് ചെയ്താ. അത് തീർച്ചയായിട്ടും വന്നിട്ടുണ്ട്. ഓവറോൾ ഇറ്റ്സ് ഗുഡ്. താങ്ക് യു സർ. സിതാര ചേച്ചി. അമ്മോ. യെസ് മാം. കളർ കോമ്പിനേഷൻ നന്നായിട്ടുണ്ട്. താങ്ക് യു. പിന്നെ അമ്പുൻ്റെ വാക്കിംഗ് ഇസ് ഗുഡ്. താങ്ക് യു. ഫേഷ്യൽ എക്സ്പ്രഷൻസ് നന്നായിരുന്നു. നല്ല ബ്രിസ്ക് വാക്കിംഗ് ആയിരുന്നു. മ്യൂസിക് ഇസ് ഓക്കെ. ആൻഡ് ആക്സസറീസിൻ്റെ ഡീറ്റെയിൽ അറിയാൻ പറ്റിയില്ല. ബട്ട് യു സെഡ് ഇറ്റ്സ് പിസ്ത ഷെൽസ് ആൻഡ് യു യുവർ സെൽഫ് ഹാവ് പെയിൻറ്റഡ് ഇറ്റ് അല്ലേ? അതിന് വേണ്ടി ബട്ട് ഇറ്റ്സ് നൈസ്. ഡീറ്റെയിൽ അറിയാൻ വയ്യ, എന്നാലും
ദൂരെ നിന്ന കാഴ്ചയിൽ ഇറ്റ് സൂട്ട്സ് യുവർ ഡ്രസ്. സാധാരണ നമ്മൾ ഈ പിസ്തയൊക്കെ കഴിച്ചിട്ട് തോടൊക്കെ വെറുതെ കളയാറുണ്ട്. ഞാനിതൊക്കെ കളക്ട് ചെയ്ത് വെക്കും. എന്നിട്ട് അതിൽ പിസ്ത നട്ട്സ് കഴിക്കുമ്പോൾ ഞാൻ ഈ തോടൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കും. എന്നിട്ട് അതിൽ എന്തെങ്കിലും പെയിൻറ്റ് ചെയ്ത് എന്തെങ്കിലും വർക്ക് ചെയ്യാൻ ഞാൻ സാധാരണ അങ്ങനെ ക്രാഫ്റ്റ് വർക്ക്സ് ചെയ്യുന്ന കൂട്ടത്തില്ല. അപ്പം ഇതെടുത്തപ്പോൾ ഇതിൻ്റെ കൂടെ ഈ ഫ്ലവർ പ്രിൻസസ് എന്നുള്ള തീം വെച്ചിട്ട് തന്നെ വളരെ എലഗൻ നേച്ചറോട് ചേർന്ന് ഇരിക്കുകയെന്ന് വെച്ചു. കൂടുതൽ മെറ്റൽ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും കൊണ്ടുവരണ്ടെന്ന് വെച്ചു. എനിവേ ദാറ്റ്സ് ഗുഡ്. Thank you, മേക്കപ്പും ഒക്കെ നന്നായിട്ടുണ്ട്. യുനോ ഒരുപാട് ഗോടിയാക്കാതെ ഇതിനനുസരിച്ച് കോസ്റ്റ്യൂമിനനുസരിച്ചിട്ടുള്ള ഒരു മേക്കപ്പാണ് ചെയ്തിരിക്കുന്നത് കണ്ണിനും ഒക്കെ. എനിവേ ഇറ്റ് ഇസ് നൈസ്. താങ്ക് യു മാം. അനു, അമ്മു ഹലോ. നന്നായിട്ടുണ്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. Thank കളർ you. കോമ്പിനേഷനൊക്കെ നന്നായിട്ടുണ്ട്. പിന്നെ വാക്കിംഗ് സ്റ്റൈലാണെങ്കിലും ഓരോ പോസ്റ്റേഴ്സ് ആണെങ്കിലും ഒക്കെ നന്നായിട്ടുണ്ട്. പക്ഷെ ഓരോ പോസ്റ്ററിൽ നിന്ന് വേറൊരു പോസ്റ്ററിലോട്ട് മാറുമ്പോഴത്തേനാ എനിക്ക് എന്തോ കണ്ണിൻ്റെ ആ ബ്ലിങ്കിങ് ഇങ്ങനെ മീൻസ് നമ്മളത് വേണമെന്ന് വെച്ചിട്ട് ഇങ്ങനെ അങ്ങനെ വേണമെന്ന് വെച്ച് ചെയ്യണത് പോലെ തോന്നി. അതെനിക്ക് കുറച്ച് അത് വേണ്ടായിരുന്നു എന്ന് തോന്നി. എനിവേ നല്ല രസമുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. okay, so just a couple of pointers. Hair, I think you could have had it another way. No way. Purely because flowers, pastel colors, എന്നൊക്കെ പറയുമ്പം you're talking very breezy, light. യെസ്. അല്ലെ ഫ്ലവർ പ്രിൻസസ് എന്നൊക്കെ Yeah. പറയുമ്പോൾ അപ്പോൾ യു തിങ്കിങ് ലൈറ്റർ കോൺസെപ്റ്റ്സ് അല്ലെ? Yes. കെട്ടി വെക്കുമ്പോൾ ജസ്റ്റ് ദി ഓപ്പോസിറ്റ് ഇസ് വാട്ട് ഐ ഫീൽ അഗൈൻ. കുറച്ചൊരു ഐ തിങ്ക് ഓൾദോ ഗൗൺ എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു വെസ്റ്റേണൈസ്ഡ് ആണ്. സംവെയർ ഐ ഫീൽ ഒരു ഇന്ത്യൻ ടച്ച് ഉണ്ട് ബിക്കോസ് ഓഫ് ദ വേ യു ടൈഡ് യുവർ ഹെയർ Yes. ആൻഡ് ജ്വല്ലറി വന്നൊരു രീതിയും. ഐ തിങ്ക് ദ ജ്വല്ലറി കോൺസെപ്റ്റ് ഇസ് ഗ്രേറ്റ്. ഓൾസോ ഈ ഗ്രീൻ സാധനം ഐ എം നോട്ട് സോ ഹോട്ട് ഓൺ ഇറ്റ് പേഴ്സണലി. എനിക്ക് ബാക്കിയൊക്കെ ഐ ലൈക്ക് ഇറ്റ്. കളർ ഓൾസോ ഐ തിങ്ക് ഇസ് ഗ്രേറ്റ്. Okay. ഫോർ വൺ ആദ്യത്തെ ആ ഫസ്റ്റ് ടോപ്പ് ഹയർ അത് ഇച്ചിരി ലോവർ ആയിരുന്നെങ്കിൽ ആ ഫോൾ വുഡ് ഹവ് ബീൻ നൈസ്. Yeah, okay. മനസ്സിലായില്ലേ? Yeah. ആ ഫോൾ ഷുഡ് ഹവ് ബീൻ എ ലിറ്റിൽ ലോവർ ബിക്കോസ് ഇപ്പോൾ വാട്ട് ഹാപ്പൻ ഇസ് ആ നല്ലൊരു വേസ്റ്റ് ലൈൻ കട്ടായി പോയി ഞങ്ങളുടെ yes, വ്യൂവിൽ. okay. സോ ഐ തിങ്ക് ദാറ്റ് ഷുഡ് ഹവ് ബീൻ സംതിങ് ദാറ്റ് യു കുഡ് ഹവ് ഡൺ. ബട്ട് ടോട്ടലി ആ സ്ലീവ്സും ദാറ്റ് ഇസ് നോട്ട് മൈ പേഴ്സണൽ സ്റ്റൈൽ ബട്ട് ഇറ്റ്സ് യുവർ സ്റ്റൈൽ സോ ഇറ്റ് ഡസൻറ്റ് മാറ്റർ അറ്റ് ഓൾ. റൈറ്റ്, ലെറ്റ്സ് ഗോ ഓൺ ആൻഡ് ആസ്ക് അവർ ജഡ്ജസ് വാട്ട് ദേ തിങ്ക്. മുരളി ചേട്ടാ, മാർക്സ്. അമ്മോ, മാർക്ക് പറയുന്നതിന് മുമ്പ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. ആൻഡ് ദാറ്റ് ഇസ് കണക്റ്റഡ് വിത്ത് യുവർ പേഴ്സണാലിറ്റി. ഓ, അമ്മു നമ്മുടെ ആദ്യത്തെ സർക്കിളിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞതിൽ ഉള്ള ആ ഡിഫക്റ്റ് ഒരു മൈനസ് പോയിന്റ് ആണത്. ഐ എം ടോക്കിംഗ് അബൌട്ട് പങ്ക്ച്വാലിറ്റി അമ്മു. yes. ആൻഡ് ഐ എം ട്രൈങ് ടു കൺട്രോൾ മൈ ആങ്കർ. ഓക്കെ, Yes. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ യോഗയൊക്കെ ചെയ്യുന്ന ആളാണ്, അതുകൊണ്ട് ദേഷ്യം വരില്ല എന്നുള്ള. പക്ഷേ ദേഷ്യം വരാതിരിക്കാനുള്ള കാരണമൊന്നുമില്ല. ദേഷ്യം വരേണ്ട സമയത്ത് ദേഷ്യം വരികയൊക്കെ ചെയ്യും. അമ്മു എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻറ്റിന് വേണ്ടി ഞാനിവിടെയല്ല തുടങ്ങുന്നത്. നമ്മുടെ കഴിഞ്ഞ വർക്ക്ഷോപ്പിൽ 2 മണി മുതൽ 2:30 മണി വരെ ഞാൻ അടക്കമുള്ള ബാക്കി 7 കണ്ടസ്റ്റൻസും വെയിറ്റ് ചെയ്തു. അമ്മുനെ വിളിക്കാൻ നോക്കി, കിട്ടിയില്ല. എനിക്ക് നിർബന്ധമായിരുന്നു നിങ്ങൾ എല്ലാവരും ആ വർക്ക്ഷോപ്പിൽ പങ്കെടുക്കണം എന്നുള്ളത്. കാരണം എൻ്റെ ലാസ്റ്റ് വർക്ക്ഷോപ്പാണത്. ഒരു ടോട്ടൽ പേഴ്സണാലിറ്റി കം പെർഫോമർ, അമ്മുവിൻ്റെ വീക്കർ സൈഡായിട്ടുള്ള പെർഫോമിംഗ് പേഴ്സണാലിറ്റി, അതായത് ആക്ടേഴ്സ് പേഴ്സണാലിറ്റി ഒക്കെ ഉള്ളൊരു വർക്ക്ഷോപ്പായിരുന്നു ഞാൻ ആ ചെയ്തത്. അമ്മുവിന് അത് പക്ഷേ ഒരു വളരെ ഒരു എന്താണ് അതിനോടുള്ള ആറ്റിറ്റ്യൂഡ് എന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങളെല്ലാവരും അതിൽ പങ്കെടുക്കണം എന്നുള്ളത് എനിക്ക് നിർബന്ധമായിരുന്നു. ഞാൻ ആക്ച്വലി കൃഷ്ണാഞ്ജലിയോട് ഞാൻ വിളിച്ച് പറയുകയും അപ്പോൾ കൃഷ്ണാഞ്ജലിയുടെ മറ്റേ ലിഗമെൻറ്റ് ഫ്രാക്ചർ കൊണ്ട് മാത്രം ആ കുട്ടിക്ക് വരാൻ പറ്റിയില്ല, പക്ഷേ എന്നെ അറിയിച്ചിരുന്നു. ആ 2 മണിയുടെ വർക്ക്ഷോപ്പിലേക്ക് അമ്മു കയറി വരുന്നത് 4:30-5 മണിയാകുമ്പോഴാണ്. അവിടെ പിന്നെ എനിക്ക് വലിയൊന്നും പറയാനില്ല, കാരണം ഇറ്റ് വാസ് യുവർ ലോസ്റ്റ്. എൻ്റെ നഷ്ടമല്ല അത് അമ്മുവിൻ്റെ നഷ്ടമാണ്. നൗ ഹിയർ ഇന്ന് ഇപ്പോൾ 2 മണിക്കൂർ ലേറ്റാണ്. ഇവിടെ സിത്താര അമ്മുനെക്കാളിലൊക്കെ എത്രയോ വലിയ സീനിയറായിട്ടുള്ള ഒരു മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഒക്കെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. രഞ്ജിനി മലയാളത്തിൽ അറിയപ്പെടുന്ന ഒരു പേഴ്സണാലിറ്റിയാണ്, വെൽ നോൺ TV പേഴ്സണാലിറ്റിയാണ്. എന്നെ അമ്മു കണക്കാക്കണമെന്നേ ഇല്ല. ഷീ ഈസ് ഓൾസോ എൻ അപ്കമ്മിങ് ആർട്ടിസ്റ്റ്. പക്ഷേ അമ്മുവിനെ പോലത്തൊക്കെ തന്നെയുള്ള പ്രായത്തിൽ ഒരു 3-4 മാസത്തെ വ്യത്യാസമേ ഉള്ളൂ.
ഇവിടെ നിൽക്കുന്ന ഈ ക്യാമറാമാൻ, ക്യാമറ ക്രൂ, എഡിറ്റിംഗ് ക്രൂ, അവിടെ OB വാനിലിരിക്കുന്ന മദനൻ സാർ, ഇവരുടെയൊക്കെയും ഈ 2 മണിക്കൂറാണ് എത്രയോ ലാഘവത്തോടു കൂടി തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന അമ്മു. ഞാനിതിൻ്റെ കാരണമേ ചോദിക്കുന്നില്ല. കാരണം ചോദിച്ച് ഞാനും മദനൻ സാറും തമ്മിൽ ഒരു വലിയ വഴക്ക് കഴിഞ്ഞിരിക്കുകയാണ്, വലിയ വഴക്ക്. ആൻഡ് ഐ ഫീൽ അഷൈംഡ് ഓഫ് മൈസെൽഫ് ഫോർ ദാറ്റ്. ഞാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷേ അമ്മു തന്ന ആ ഹീറ്റ് അവിടെയൊക്കെ എത്തിയിരിക്കുകയാണ്. അമ്മു, യു ആർ എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. അമ്മുവിന് ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. എത്ര, 20 വയസ്സാണോ 21 വയസ്സാണോ? 22. വലിയൊരു ജീവിതം മുന്നിൽ കിടക്കുകയാണ്. ആർട്ടിസ്റ്റിക് ലൈഫ്, നോട്ട് ജസ്റ്റ് എ ലൈഫ്. വലിയൊരു ആർട്ടിസ്റ്റിക് ജീവിതം, ഒരു കടലാണ് അമ്മുവിൻ്റെ മുമ്പിൽ തുറന്നിട്ടിരിക്കുന്ന ദൈവം. കടൽ പോലത്തെ ഒരു പോസിബിലിറ്റിയാണ് അമ്മു എന്ന ഡാൻസറിന് മുന്നിൽ കിടക്കുന്നത്. കടൽ പോലത്തെ ഒരു പോസിബിലിറ്റിയാണ് അമ്മു എന്ന് പറയുന്ന ഹിന്ദുസ്ഥാനി സിംഗറിന് കിടക്കുന്നത്. ആക്ടിങ് എനിക്കറിയില്ല, ഇനിയും അമ്മു വിചാരിച്ചു കഴിഞ്ഞാൽ ഡെവലപ്പ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. പക്ഷേ അവിടത്തേക്ക് ഈ എവിടെ എത്താത്ത പ്രായത്തിൽ ഈ ഡിസിപ്ലിൻ കൊണ്ട് അമ്മു പോവുകയാണെങ്കിൽ എൻ്റെ പൊന്നു മോളെ അവിടെ എത്തില്ല. വാട്ട് എവർ യു ഹാവ്, ഇഫ് യു ആർ എൻ ആർട്ടിസ്റ്റ്, യുവർ ഫസ്റ്റ് പ്രിഫറൻസ് ഷുഡ് ബി യുവർ ആർട്ട്, യുവർ സ്റ്റേജ്. മനസ്സിലായല്ലേ? പക്ഷേ എവിടേക്കോ വെച്ചിട്ട് നമ്മൾ വിചാരിക്കും, ഇപ്പോൾ ഇത്രയും ഈ വനിതാരക്തത്തിൻ്റെ ഒരു വർക്ക്ഷോപ്പ് ഘട്ടത്തിലൂടെ പോകുമ്പോൾ ആ ഒരു പേഴ്സണാലിറ്റി മാറി വരണം. മനസ്സിലായല്ലേ? അപ്പം ഇവിടെ അമ്മുവിന് നല്ലൊരു പാഠമായിട്ട് അത് പഠിക്കാൻ തന്നെ പറ്റണം. ഞാൻ പറയേണ്ടത് മാർക്കാണ്. അമ്മുവിന് തരാനുള്ള മാർക്കിൽ ഞാൻ തരാൻ പോകുന്ന മാർക്ക് 12 മാർക്കാണ്. -10 ആണത്. 22 - 10 is 12. 22 മാർക്കാണ് അമ്മുവിന് കിട്ടേണ്ടിയിരുന്നത്. പങ്ക്ച്വാലിറ്റി ഇല്ലായ്മ കൊണ്ട് മാത്രം അമ്മുവിന് 10 മാർക്ക് നഷ്ടപ്പെടുന്നു. ഞാൻ ഈ 10 മാർക്ക് കുറയ്ക്കുന്നത് ഈ ഒരു സെഷൻ, അതായത് ഈ ഒരു ഡിഫക്റ്റ് അമ്മു ഓർക്കണം. ഇവിടെ ഞാനത് എക്സ്ക്യൂസ് ചെയ്ത് തരികയാണെങ്കിൽ ഐ വോണ്ട് ബി, ഞാൻ അമ്മുവിനെ ജീവിതത്തിൽ ഒരു നല്ല വഴിക്ക് തുറന്നു വിടുകയായിരിക്കില്ല. ആസ് കുറച്ച് കാലമെങ്കിലും അമ്മുവിൻ്റെ കൂടെ ഇരുന്നിട്ടുള്ള ഒരു ടീച്ചർ എന്നുള്ള ലൈനിൽ ആണ് ഞാനിത് പറയുന്നത്. പ്ലീസ് ടേക്ക് കെയർ ഓഫ് ഇറ്റ്. പ്ലീസ് ടേക്ക് കെയർ ഓഫ് ഇറ്റ്. ബിക്കോസ് അമ്മു ഒരു നല്ല കലാകാരിയാണ്. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ആൻഡ് ഐ ഗിവ് യു 12 marks out of 25. Thank you very much. അമ്മു, ഒരു ഗുരുസ്ഥാനത്തുള്ള ഒരാൾക്ക് ഒരു ഡിസൈപ്പിളിനോട്, ഐ എം നോട്ട് സെയിങ് സ്റ്റുഡൻറ്റും ഡിസൈപ്പിളും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. എനിക്ക് തോന്നുന്നു ഗുരുസ്ഥാനീയനാണ് മുരളിച്ചേട്ടൻ. നിങ്ങളെല്ലാം ജസ്റ്റ് ഒരു സ്റ്റുഡൻ്റ് എന്നുള്ള രീതിയിൽ മുരളിച്ചേട്ടൻ കണ്ടിട്ടില്ല. ഇറ്റ്സ് ആസ് എ ഡിസൈപ്പിൾ. If you know the difference between a disciple and a student, then you will understand. ഇതിൽ കൂടുതൽ നല്ലൊരു ഉപദേശം തരാനില്ല. നല്ല രീതിയിൽ ഒച്ചയെടുക്കാണ്ട് നല്ല രീതിയിലും അദ്ദേഹം അത് പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് പറയാനുള്ളത്, ഫ്രം മൈ എക്സ്പീരിയൻസ്, ഞാൻ ഇന്നും ഇവിടെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഇന്നും എന്നെ ഓൺ സ്ക്രീൻ കാണാൻ പറ്റുന്നത് ഈ ഒരു സംഗതി എനിക്കുള്ളത് കൊണ്ടാണ്, പങ്ക്ച്വാലിറ്റി. എനിക്ക് 7 മണിക്ക് ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ 6:30 വിത്ത് മേക്കപ്പ് ലൊക്കേഷനിൽ ഇരിക്കുന്ന ആളാണ് ഇന്നും. ദാറ്റ്സ് വൈ ഐ തിങ്ക് ഞാൻ 27 ഇയേഴ്സായിട്ടും ഇൻഡസ്ട്രിയിൽ ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെനിക്ക് ഗുരുത്വമുള്ളതുകൊണ്ടും ഡിസിപ്ലിൻ ഉള്ളതുകൊണ്ടുമാണ് ലൈഫിൽ. നമ്മൾ എന്ത് തന്നെ പെർഫോം ചെയ്താലും എൻഡ് ഓഫ് ദ ഡേ വാട്ട് യു ആർ ആസ് എ പേഴ്സൺ റിയലി മാറ്റേഴ്സ് ഇൻ ലൈഫ്. എവിടൊക്കെ എത്തിയാലും അതൊരിക്കലും മറക്കാൻ പാടില്ല. അമ്മു എന്നുള്ള വ്യക്തിത്വം വരണമെങ്കിൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ലൈഫിൽ പ്രിൻസിപ്പിൾഡ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ഇറ്റ്സ് നോട്ട് ദ മണി, ഇറ്റ്സ് നോട്ട് ദ ഫെയിം യു ഹാവ് ആസ് എ പേഴ്സൺ, വാട്ട് യു ആർ. അതും കൂടി പഠിക്കാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇന്ന് ഞങ്ങളെ കൊണ്ട് ഇത് പറയിപ്പിച്ചത്. സോ യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് യുവർ ദിസ് വീക്ക്നെസ് ഓർ യുവർ നെഗറ്റീവ് സൈഡ്. ഇനി ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ബാക്കിയെല്ലാം അമ്മുവിൻ്റെ പെർഫോമൻസ് നമ്മൾ കണ്ടു, അതിൻ്റെ നല്ല വശങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ ഇങ്ങനെ ഒരു ഡിസിപ്ലിനറി ഇത് നമുക്ക് എടുക്കാണ്ടിരിക്കാൻ നിവൃത്തിയില്ല. ബിക്കോസ്
that much you have really hurt us. So I will also give you 12 marks, reducing 10 marks. അല്ലെങ്കിൽ 22 മാർക്ക് ഞാനും തന്നേനെ. So you have to really take care of this. എല്ലാവരുടെയും സമയം ഭയങ്കര വിലപ്പെട്ടതാണ്. ഇപ്പം എനിക്കിപ്പോൾ പോയിട്ട് വലിയ തിരക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം ഞാൻ സിനിമാ ലോകത്തേക്ക് എത്തിയിട്ട് ഒരുപാട് നാളായിട്ടില്ല. സോ എനിക്ക് വലിയ തിരക്കൊന്നുമില്ല. പക്ഷേ ഇവിടെ ഇരിക്കുന്ന ബാക്കി 3 പേരും എത്രത്തോളം തിരക്കുള്ളവരാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവരിവിടെ വന്നിരിക്കുന്നത്. നിങ്ങളെ ഗ്രൂം ചെയ്തെടുത്തിട്ട് ഇപ്പോൾ അവർക്കൊന്നും കിട്ടാനില്ല. എന്നിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് വന്നിരിക്കുന്നവരാണ്. സോ അവരെ അവർക്കൊരു വിഷമം ഉണ്ടാക്കാതെ നോക്കുക. അതാണ് ആദ്യമായിട്ട് വേണ്ടത്. സോ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ. കാരണം ഇവരെ പോലുള്ളവർ ഇത്രയും പറയണമെന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ അത്രത്തോളം വിഷമം വന്നിട്ടാണ്. അല്ലെങ്കിൽ ഈ സെമി ഫൈനൽ റൗണ്ടിൽ ഇപ്പം വനിതാരത്നം തുടങ്ങിയിട്ട് ഏകദേശം 8 മാസം 9 മാസത്തോളം ആവുന്നു. ഈ ലാസ്റ്റ് സെക്ഷനിൽ വന്നിട്ട് ഇങ്ങനെ ഒരു സംഭവം എന്നുള്ളത് അതത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നണില്ല. അവസാന ദിവസങ്ങളിൽ ഇവർക്ക് ഇത്രയും പറയേണ്ടി വന്നത്, കാരണം ഇവർ ഇത്രയും ഇതുവരെ പറഞ്ഞിട്ടുണ്ടാവില്ല. സോ ഇവർക്ക് ഇത്രയും പറയേണ്ടി വന്നതിൽ മനസ്സുകൊണ്ട് അവരോട് മാപ്പ് ചോദിക്കുക. ഇനി ഇത് ആവർത്തിക്കാതിരിക്കുക. ഞാൻ പറയാൻ ആരുമല്ല, അത് ഞാൻ ആദ്യമേ പറയുന്നു. ഞാനും അമ്മൂനെ പോലൊരു കുട്ടിയാണ്. എങ്കിലും എനിക്കറിയാവുന്നത്, എനിക്ക് തോന്നിയത്, കാരണം ഞാനും ഇവരുടെ കൂടെ കുറേ നേരം ഇവിടെ വെയിറ്റ് ചെയ്തു. അതുകൊണ്ടാണ് ഞാനും പറഞ്ഞത്. എന്നോട് ഒന്നും തോന്നരുത്. എൻ്റെ മാർക്ക് 15. Total marks 39. 39 മാർക്സ് ആണ് ഔട്ട് ഓഫ് 75. അമ്മുവിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ചോദിക്കേണ്ട ആവശ്യമുണ്ട്. എക്സ്പ്ലനേഷൻ ആയിട്ടല്ല, വി ഹാവ് ടു ഹിയർ വാട്ട് യു ഹാവ് ടു സേ. സോ പ്ലീസ്. സർ പറഞ്ഞു ശരിയാണ്. ഞാൻ ആദ്യമൊക്കെ പറഞ്ഞു എൻ്റെ ഒരു നെഗറ്റീവ് പോയിന്റ് ഇതേപോലെ ആദ്യമൊക്കെ ശരിയായിരുന്നു. ഞാൻ അത് ലാഘവത്തോടെയായിരുന്നു ആദ്യം എടുത്തിരുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ ഷെഡ്യൂൾ തൊട്ട് എനിക്ക് ഇറ്റ് വാസ് നോട്ട് വിത്തിൻ മൈ ഹാൻഡ്സ്. സീരിയസ്ലി ടോക്കിങ്. എൻ്റെ ഡ്രസ്സ്, ഞാൻ ഇന്ന് ഇവിടെ ഈ ഡ്രസ്സ് ഇട്ടിട്ട് നിൽക്കില്ലായിരുന്നു. എൻ്റെ ടൈലർ എന്നെ സത്യം പറഞ്ഞ അയാൾ വളരെ മോശമായിട്ടാണ് പെരുമാറിയത്. ഇവിടെ നിന്ന് സിറ്റിയിൽ നിന്ന് നെയർ ഡാമിന് അടുത്തുള്ള ഒരു സ്ഥലത്തായിരുന്നു അയാളുടെ സ്റ്റിച്ചിങ് കട. അപ്പോൾ ഒരിക്കൽ അയാളുടെ അടുത്ത് ഒന്ന് കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ അയാൾ ദിവസങ്ങളോളം ആ തുണി വെച്ച് വെറുതെ നിൽക്കും. ആക്ച്വലി പിന്നെ നമുക്കത് എടുത്തിട്ട് കൊണ്ടുവരാനോ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. എനിക്ക് ഇവിടുന്ന് അവിടെ ഒരു അറൗണ്ട് 30 ഒരു കൊല്ലം 2 മണിക്കൂർ യാത്രയുണ്ട്. അങ്ങോട്ട് ഒരു വാക്ക് 2 മണിക്കൂർ, ഇങ്ങോട്ട് ഒരു വാക്ക് 2 മണിക്കൂർ. അപ്പോൾ ഇന്ന് അയാൾ രാവിലെ 7 മണിക്ക് ഇവിടെ എത്തിക്കാമെന്ന് പറഞ്ഞു എൻ്റെ ഈ ഡ്രസ്സ്. ഇതുവരെയും അയാൾ പറഞ്ഞു പലപ്പോഴും എൻ്റേതായ അല്ലാത്ത കാരണങ്ങൾക്ക് ഇപ്പം എൻ്റേതായിരുന്നെങ്കിൽ ഞാൻ ഇപ്പം ഇങ്ങനെ കാര്യമില്ല. ഓക്കെ അമ്മു, ഐ ഹാവ് അണ്ടർസ്റ്റുഡ് ദി ജിസ്റ്റ്. യാ, മോൾക്ക് പറയേണ്ട കാര്യം ജസ്റ്റ് മനസ്സിലായി. അമ്മു അത് ഇവിടെ വിളിച്ച് പറഞ്ഞോ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളത്? ഞാൻ പറഞ്ഞിട്ടാ പോയത്. ഇന്ന് പറഞ്ഞോ ഇത്? ഇന്ന് ഇവിടെ ഈ പറയുന്നതിന് മുമ്പ് ഇവിടുന്ന് ജീവ വിളിച്ചപ്പോഴും മദരൻ സാറ് വരെ അമ്മൂനെ ഇവിടുന്ന് വിളിക്കാൻ നോക്കി പറഞ്ഞോ ഇവിടെ? അല്ല, ഇവർ വിളിക്കാതെ തന്നെ പറയണം ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ഐ മേ ബി ഡിലേഡ് എന്നുള്ളത് പറഞ്ഞോ? ഇല്ല, അത് കഴിഞ്ഞു. അത് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഓർഡർ മാറ്റില്ലായിരുന്നു. അപ്പൊ നമുക്കൊന്നും പറയാനില്ല. അപ്പോ അങ്ങനെയാണെങ്കിൽ ഇവിടെ വിളിച്ച് പറയണം. ഇവരെ കൊണ്ട് അങ്ങോട്ട് വിളിപ്പിക്കുക പോലും ചെയ്യരുത്. ഇവിടെ വിളിച്ച് പറയണം, എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഞാനിവിടെ ടൈഡ് അപ്പാണ് എന്നുള്ളത് പറഞ്ഞില്ല. പിന്നെ another thing, വാലിഡ് പോയിന്റ് ആണ് മുരളിച്ചേട്ടൻ പറഞ്ഞത്. നമ്മൾ when we are here, ജഡ്ജസ് ആണെങ്കിലും കണ്ടസ്റ്റൻസ് ആണെങ്കിലും ക്രൂ ആണെങ്കിലും പ്രൊഡക്ഷൻ ആണെങ്കിലും സഹായിക്കാൻ വരുന്ന ആരാണെങ്കിലും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ കുറേ സാക്രിഫൈസസ് നടത്തിയിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ വരുന്നത്, അല്ലേ? ഹെൽത്ത് ആണെങ്കിലും വാട്ട് എവർ ഇറ്റ് ഈസ്. ഓഫ് കോഴ്സ് ഇവിടെ ദർ ഇസ് എ ഫിനാൻഷ്യൽ ഗെയിൻ ഫോർ ഓൾ ഓഫ് അസ്. പക്ഷേ എന്നാൽ പോലും എക്സ്ട്രാ ടൈം നിൽക്കുകയാണ്, കുറേ വെയിറ്റ് ചെയ്യാണ്. അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല ശരിക്കും. ഓക്കെ, സോ ഒരു കോമ്പറ്റീഷനിൽ വനിതാരത്നം എന്ന് പറയുമ്പോൾ 1 hour 2 hours ഒക്കെ മറ്റുള്ളവരെ വെയിറ്റ് ചെയ്യിപ്പിക്കുക, അതും ഇൻഫർമേഷൻ ഇല്ലാതെ വെയിറ്റ് ചെയ്യിപ്പിക്കുക. ദ പ്രോബ്ലം ഇസ് നോട്ട് excuses. At the end of the day, it doesn't matter. It doesn't matter whether you were late because somebody died in your family. It doesn't matter. You know why? Because that is professionalism. എൻ്റെ വീട്ടിൽ ഇന്ന് ഞാൻ ഈ ഷൂട്ടിനിടയ്ക്ക് എൻ്റെ വീട്ടിൽ വല്ലവർക്കും വല്ലതും പറ്റിയാലും ഞാൻ ഇന്ന് ഷൂട്ട് തീർത്തിട്ടേ പോവും. ഞാൻ ചിലപ്പോൾ നാളെ ഷൂട്ട് തീർത്തിട്ടേ പോവും. ദാറ്റ് ഈസ് പ്രൊഫഷണലിസം. ഡെത്ത്, ക്ലോത്ത്, ഹൂ കെയർസ്? അങ്ങനെയാണെങ്കിൽ പഞ്ച്വാലിറ്റി ഇല്ലെങ്കിൽ, അക്കൗണ്ടബിലിറ്റി ഇല്ലെങ്കിൽ, ശരിയാണ് ഞാനാണ് ലേറ്റായി വന്നത്, എന്തുകൊണ്ട് 10 മണിക്ക് എത്തേണ്ട ആൾ 1 മണിക്ക് അല്ലേ, 1 o'clock, അറൗണ്ട് 12:31 അപ്പോഴല്ലേ എത്തിയേ?
12 o'clock ഇത്രയും ലേറ്റായി എത്തി. റീസൺസ് ഉണ്ടാവും അമ്മു, നമുക്കൊക്കെ റീസൺസ് ഉണ്ട്. വയ്യാത്ത ഫ്ലൈറ്റ്സ് വന്ന് മിസ്സായി, പക്ഷെ കമ്മ്യൂണിക്കേഷൻ ത്രൂ ആയിരുന്നു. ജസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻറ്റ്. അനദർ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം, എന്തുകൊണ്ടാണ് ഇന്ന് ഡ്രസ്സ് റെഡി ആവുന്നത്? ഇന്നലെ എപ്പിസോഡ്, ഇന്നലെയാണോ എപ്പിസോഡ് അറിഞ്ഞു? അങ്ങനെ ചോദിക്കാമല്ലോ, കൗണ്ടർ ക്വസ്റ്റ്യൻസ് എനിക്ക് ചെയ്യാമല്ലോ. റീസൺസ് അഗൈൻ ഐ ഡോണ്ട് വാണ്ട് ടു നോ. എന്തുകൊണ്ട് നെയ്യാറിലുള്ള ആൾക്ക് 2 മണിക്കൂർ ദൂരെയുള്ള ആൾക്ക് സ്റ്റിച്ചിങ് കൊടുത്തു, എന്തുകൊണ്ട് തൊട്ട് അപ്പുറത്തെ വീട്ടിൽ കൊടുത്തില്ല? എക്സ്പെൻസ് ആയിരിക്കാം. ഐ ഡോണ്ട് വാണ്ട് ടു നോ, നോട്ട് മൈ പേഴ്സണൽ റീസൺ. പക്ഷേ ഇഫ് അതർ പീപ്പിൾ ക്യാൻ ഡു ഇറ്റ്, വൈ കാൺട്ട് യു? ദാറ്റ്സ് ദ ക്വസ്റ്റ്യൻ. വേറൊരു ക്വസ്റ്റ്യനും ഇല്ല. ഈ ഷോയിലുള്ള അല്ലെങ്കിൽ മറ്റൊരു ഷോയിലുള്ള വേറെ കണ്ടസ്റ്റൻസിന് സമയത്തിലെത്താമെങ്കിൽ, ഓർക്കമില്ലാതെ ചെയ്യാമെങ്കിൽ, തല കറങ്ങിയിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വന്ന് സ്റ്റേജിൽ പെർഫോം ചെയ്യാമെങ്കിൽ, യു ഹവ് ഡൺ ദാറ്റ് ബിഫോർ ടു, അല്ലേ? How can it be something so silly? That is the problem. It is a problem, punctuality എന്നറിയാം. Okay? Not only for you, a lot of people. പക്ഷെ അത് ബെറ്റർ ആക്കാതെ ഈ സെമി ഫൈനൽസിൽ വന്ന് യു ഹവ് ഗിവൺ ദ വേർസ്റ്റ് എക്സാമ്പിൾ, അല്ലേ? the only thing I have to say is, അമ്മു എന്ന് പറഞ്ഞ ഒരു ഫുൾ പേഴ്സണാലിറ്റീനെ അല്ല നമ്മൾ കുറ്റം പറയുന്നത്. അമ്മുവിൻ്റെ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക്, ആ പങ്ക്ച്വാലിറ്റി ഇല്ല എന്ന് വിചാരിച്ചോളൂ, നോ പ്രോബ്ലം. അക്കൗണ്ടബിലിറ്റി, അല്ലേ? നമ്മൾ ചെയ്യുന്ന കാര്യത്തിനുള്ള ഒരു ഉത്തരവാദിത്വം ഉണ്ട് നമുക്ക്. അതില്ലെങ്കിലും കമ്മ്യൂണിക്കേഷൻ, ദീസ് ആർ ദ തിങ്സ് ദാറ്റ് ക്യാൻ ഹെൽപ്പ് യു ഗോ ഫോർവേഡ് ഇൻ ലൈഫ്. സി, അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾക്ക് എന്ത് പറഞ്ഞാലും യു വിൽ സ്റ്റേ സ്ട്രോങ് ആൻഡ് സ്റ്റേ ട്രൂ ടു വാട്ട് യു ബിലീവ് ഇൻ. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ സ്റ്റേ ട്രൂ ടു ദാറ്റ്. പക്ഷേ അമ്മുവിൻ്റെ പ്രവർത്തികൾ മറ്റൊരാളെ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരെ നെഗറ്റീവ്ലി എഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ അമ്മുവിൻ്റെ ഒരു അംശം തെറ്റുണ്ടാവും. Anyway, let's not continue this conversation. I'm really sorry, but 39 marks ആണ് മൈ സ്റ്റൈൽ എന്ന റൗണ്ടിൽ അമ്മുവിന് ലഭിച്ചിരിക്കുന്നത്. ഒരു ഡിസിപ്ലിനറി ഇഷ്യൂ എന്ന രീതിയിൽ ഒരു -20, -10 ഫ്രം മുരളിച്ചേട്ടൻ, -10 ഫ്രം സിതാര ചേച്ചി അവർ നൽകിയിട്ടുണ്ട്. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് പെർഫെക്റ്റ്ലി ഫെയർ ഇൻ ദിസ് പർട്ടിക്കുലർ റൗണ്ട്. താങ്ക് യു.